ഡാനി രഞ്ജിത്തും അക്കുവും കൂടെ ഓൾമോസ്റ്റ് ഒരു 1 അവറിന് മേളിലായിട്ട് ഈ പൂളിൽ കിടന്ന് അർമാദിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഡാനി അത്രയും ടയേർഡായിട്ടാണ് റൂമിലെത്തിയത്. വന്ന പാടെ ഡാനി ഫ്രഷ് ആക്കി ഫുഡ് കൊടുത്തുടനെ ഡാനി മോൻ ഉറങ്ങിപ്പോയി. സോ ഇനി എൻ്റെ വീടാണ്. അങ്ങനെ അക്കുവിനെ ഡാനി ഏൽപ്പിച്ചിട്ട് ഞാനും രഞ്ജിത്തും ഉമ്മയും കൂടെ വീണ്ടും താഴെ വന്നു. ഞാൻ പൂളിലിറങ്ങി. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ വെള്ളത്തിന്. അത്രയും നേരം വെയിലുണ്ടായിരുന്നെന്ന് പോലും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ആ കായലിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റും ആ സൺസെറ്റും ഭയങ്കര ബ്യൂട്ടിയായിരുന്നു കാണാൻ തന്നെ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഭയങ്കര റിലാക്സേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. വന്നത് വെറുതെ ആയില്ല. ഈ ചൂടത്ത് കിട്ടേണ്ട ആ ഒരു കുറച്ച് നേരമെങ്കിൽ കുറച്ച് ടൈം നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനും മൈൻഡൊന്ന് ഫ്രഷ് ആക്കാനും ഒക്കെ പറ്റുന്നുണ്ടായിരുന്നു. എനിക്ക് സ്വിമ്മിങ് ഒന്നും അറിയത്തില്ല. ഞാനിങ്ങനെ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ അതിനകത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഞാൻ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മയ്ക്ക് നോമ്പ് മുറിക്കാൻ ടൈമായപ്പോൾ ഞങ്ങൾ കയറി നേരെ അങ്ങോട്ട് പോവാണ്.